ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന അധിക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഓർഡറുകൾ പോകാന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം കൊറിയർ പാർട്ട്ണർ പേയ്മെന്റ് കളക്ട് ചെയ്ത് നമുക്ക് അയച്ചു തന്നെയാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. ഈ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകൾ അധികമായിട്ട് പോകാൻ നേരത്ത് ക്യാൻസലേഷൻ കൂടും. അതായത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കസ്റ്റമറുടെ അടുത്ത് അത് കിട്ടുന്നത്. ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ ഷിപ്പ് ചെയ്ത് കേരളത്തിൽ തന്നെയുള്ള കസ്റ്റമർ ആണെങ്കിൽ 2-3 ദിവസം കൊണ്ടൊക്കെ തന്നെ കിട്ടും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ കസ്റ്റമറുടെ മൈൻഡ് മാറാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റമർ അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റ് കണ്ടെത്തും, ചിലപ്പോൾ കസ്റ്റമർ മറന്നു പോകും, കസ്റ്റമർ അഡ്രസ്സിൽ ഇല്ലാതിരിക്കും. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ നേരത്ത് ഒരുപാട് ക്യാൻസലേഷൻ വരും. നിങ്ങൾ അയച്ചു കൊടുത്ത ആ പ്രൊഡക്റ്റ് റിട്ടേൺ വരൽ തുടങ്ങും. ഒരുപാട് റിട്ടേൺ വന്നാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാക്കേജിങ് മെറ്റീരിയൽ, അത് പൊതിഞ്ഞ് അയക്കാനൊക്കെ ഉപയോഗിച്ച പാക്കേജിങ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് അത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരും. പിന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരും. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെ തന്നെ നമുക്ക് നഷ്ടം വന്നത് ഈ ക്യാഷ് ഓൺ ഡെലിവറിയിൽ കൊറിയർ അയക്കാൻ നേരത്ത് ഈ കൊറിയർ കമ്പനികൾ നമുക്ക് എക്സ്ട്രാ ചാർജ് ഈടാക്കും. പ്രീപെയ്ഡിൽ അയക്കാൻ നേരത്ത് നമുക്ക് എക്സ്ട്രാ ചാർജ് വരില്ല, പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറിയിൽ അയക്കാൻ നേരത്ത് നമുക്ക് എക്സ്ട്രാ ചാർജ് വരും. അപ്പോൾ കൊറിയർ കമ്പനികൾ നമ്മുടെ അടുത്ത് നിന്ന് എക്സ്ട്രാ ചാർജ് ഈടാക്കും. ഇതെല്ലാം ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുത്താലും കസ്റ്റമർ അവിടെ ഒരു പക്ഷേ എടുക്കൂല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിരിക്കും, അഡ്രസ്സിലെ പ്രശ്നമായിരിക്കും. 1-2 തവണയൊക്കെ കൊറിയർ കമ്പനികൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ചില കൊറിയർ കമ്പനികൾ അത് ക്യാൻസൽ ചെയ്യും. അൾട്ടിമേറ്റ്ലി ഈ സെല്ലർക്ക്, ഈ ബിസിനസ്സുകാരന് അത് നഷ്ടമായിട്ട് വരും. അപ്പോൾ ഇവിടെ ചില ടിപ്പുകളൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷ് ഓൺ ഡെലിവറി പോണേന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാതിരിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാതെ ഒരുപാട് ബിസിനസ്സുകൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ട്. തീരെ ക്യാഷ് ഓൺ ഡെലിവറി അവർ കൊടുക്കാറില്ല, ഈ പ്രശ്നം ഉള്ളതുകൊണ്ട്. തുടക്കത്തിൽ അവർ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യണോണ്ട് അവർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യും. ക്യാഷ് ഓൺ ഡെലിവറി കട്ട് ചെയ്തിട്ട് തീരെ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർഡറുകൾ കിട്ടും. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ വരികയാണെങ്കിൽ അത് ശരിക്കും നഷ്ടത്തിൽ തന്നെ കലാശിക്കും. ഈ ക്യാഷ് ഓൺ ഡെലിവറി ഒരുപാട് പോകാതിരിക്കാൻ ചില ടിപ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. കസ്റ്റമറായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ഈ ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അധിക കസ്റ്റമേഴ്സും നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി തന്നത്. നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കസ്റ്റമർ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുക. നിങ്ങളുടെ ജെന്യൂനിറ്റി തെളിയിക്കണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില ബിസിനസ്സുകൾക്ക് എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കേഷൻ ഉണ്ടായാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കസ്റ്റമറെ കാണിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് കസ്റ്റമറുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി പോണത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നവർ പ്രത്യേകിച്ച് കമൻറ്റുകൾക്കെല്ലാം നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പിലേക്ക് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് റിപ്ലൈ കൊടുക്കുക. വഴുകരുത്. ചിലവരൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് റിപ്ലൈ കൊടുക്കാറ്. അവർ ശ്രദ്ധിക്കാറ് തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. കസ്റ്റമർക്ക് അപ്പം റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അപ്പോൾ കസ്റ്റമർ പ്രീപെയ്ഡ് തന്ന് നിങ്ങൾക്ക് ഓർഡർ തരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേയൊക്കെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വിശദ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.